ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2021 ബലീനയാണ്. ഈ ബലീനയിൽ കംപ്ലൈൻറ്റ് എന്നാൽ ഒരു 60, 70, 80, 90 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിയറിങ് ചെറിയൊരു വൈബ്രേഷൻ വരും കേട്ടോ. ആ വൈബ്രേഷൻ വരുന്നത് കൂടിയിട്ട് തന്നെ നമ്മുടെ കാലിലും ചെറിയൊരു തരിപ്പുണ്ടാവും. ഒരു ചെറുതായിട്ടൊരു വൈബ്രേഷൻ നമ്മുടെ കാലിലേക്കും വരുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഈ കംപ്ലൈൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ റെയറായിട്ടാണ് കേട്ടോ ഈ കംപ്ലൈൻറ്റ് ബലീനയ്ക്ക് വരുന്നത്. ഏകദേശം ഒരു 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. എന്നാലും ഈ കംപ്ലൈൻറ്റ് ഈ ഒരു 60,000 കിലോമീറ്റർ ഓടിയാലൊന്നും വരില്ല കേട്ടോ. എന്തായാലും നമുക്കത് എന്താണെന്ന് നോക്കണം. ഇതുകൊണ്ട് ഒരു 90 കിലോമീറ്റർ താഴെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം ബ്രേക്ക് ചെയ്തു. ആ സമയം ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓടിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കംപ്ലൈൻറ്റ് നോക്കുന്നത്. ആദ്യം ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷനാണ് നോക്കേണ്ടത് കേട്ടോ. അതായത് ടയർ വല്ലവിടെയും ബൾജായിട്ടുണ്ടോ, ടയറിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടോ എന്ന് ഫസ്റ്റ് നമ്മൾ നോക്കണം. അതിനുശേഷം എയർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെ വന്നിരുന്നാലും അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വീല്, ടയറിൻ്റെ ആ ഡിസ്ക് കണ്ടോ, അത് വല്ല ബെൻഡുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 4 വീലും നമ്മൾ നോക്കണം. നോക്കി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിക്ക് പോകാം. അലൈൻമെൻറ്റും ബാലൻസിങ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. ഇനി അടുത്ത ഭാഗം ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ബ്രേക്ക് ഷൂ ആണ്. ആ ഷൂ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. വല്ലവിടെ സ്ക്രാച്ച് ഉണ്ടോ, പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വീൽ സിലിണ്ടർ വല്ല സ്റ്റക്ക് ഉണ്ടോ, ലീക്ക് ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് അതിൻ്റെ ബ്രേക്ക് ഡ്രമ്മാണ്. ആ ഡ്രമ്മ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് നോക്കിയിട്ട് വല്ല സ്ക്രാച്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ട് ഡിസ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലുവീർ പിന്നെ വൃത്തിയായിട്ടൊന്ന് നോക്കുക, സ്റ്റക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിൽ വരുന്നൊരു പിസ്റ്റൺ ഉണ്ട്, അതും സ്റ്റക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ 4 വീല് പേരെങ്കിൽ നമ്മൾക്കൊന്ന് വൃത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത്ര ഭാഗം ചെക്ക് ചെയ്തതിൽ ഒന്നിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീല് ഡിസ്കിലാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. നമ്മളൊരു മെഷർമെൻറ്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഡിസ്ക് ചെറുതായിട്ട് ബെൻഡാണ് കേട്ടോ. ആ ബെൻഡായത് കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിലേക്ക് ഒരു വൈബ്രേഷനും കാലിലേക്ക് ഒരു തരിപ്പും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് നമ്മൾ ലൈറ്റിലൊന്ന് കൊടുത്ത് അതിനെ പോളിഷ് ഒന്ന് ചെയ്തെടുക്കാം. അതായത് ബെൻഡായ ഭാഗം ചെറുതായിട്ടൊന്ന് നമ്മൾക്കത് എടുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾ ചെയ്യുക. സാധാരണ രീതിയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ആവുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരിക. ആ സമയത്ത് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഷൂവിലും ബ്രേക്ക് ഡ്രമ്മിലൊക്കെ തേയ്മാനം സംഭവിച്ചിൻ്റെ ഒരു ഗാഡിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലേത്തി കൊടുത്ത് ഇതേമാതിരി പോളിഷ് ചെയ്ത് ഇടും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ബലീനയ്ക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് മാത്രമാണ് മെഷർ ചെയ്ത്, അതിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. ആ മെഷർ എങ്ങനെ ചെയ്യുന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിത് ലെയ്ത്തിൽ ഈ 2 ഡിസ്ക് മാത്രം ലെയ്ത്തി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗമെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 80-90 സ്പീഡിൽ പോയിട്ടുണ്ട്. ഏകദേശം ആ സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അതായത് കാലിൽ ആ ഒരു വൈബ്രേഷനും ഇല്ല, സ്റ്റിയറിങ്ങും വൈബ്രേഷൻ ഇല്ല. വെഹിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾക്ക് ഇതൊരു പോളിഷ് ചെയ്യാനായിട്ട് ഒരു 600 രൂപ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ സർവീസ് ചാർജാണ് ഉള്ളത്. വ്യത്യസ്ത വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.